കന്നുകാലി വ്യാപാരത്തിനും വിപണനത്തിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും നിയമാനുസൃതമായ വ്യാപാരാന്തരീക്ഷവും ഒരുക്കേണ്ടത് പഞ്ചായത്തുകളുടെ ഭരണപരമായ ഉത്തരവാദിത്തമാണെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഉത്തരവാദിത്തം നിർവഹിക്കാതെ വടക്കേ ഇന്ത്യയിൽ നിന്ന് നിയമാനുസൃതമായി ജീവനോടെ കന്നുകാലികളെ എത്തിച്ച് നാട്ടിൽ അറവു നടത്തി ഉപഭോക്താക്കൾക്ക് മാംസം എത്തിക്കുന്ന പ്രാദേശിക വ്യാപാരികൾക്കെതിരെ ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുന്നത് നീതീകരിക്കാനാവില്ലെന്ന് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ. 2026 ജൂൺ 22 കട്ടപ്പനയിൽ വാത്തിക്കുടി, ഇരട്ടയാർ, കാമാക്ഷി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഇറച്ചിവില സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം. ബീഫ് കയറ്റുമതി കമ്പനികൾ കർഷകരിൽ നിന്ന് എല്ലും കൊഴുപ്പും ഉൾപ്പെടെ കിലോയ്ക്ക് 320 രൂപ നിരക്കിൽ വാങ്ങുന്നു. അതേസമയം ഇറച്ചി മാത്രം കിലോയ്ക്ക് ഏകദേശം 280 രൂപയ്ക്ക് സുനാമി ഇറച്ചി കേരളത്തിലെ ഇടനിലക്കാർക്ക് എത്തിക്കുന്ന സാഹചര്യം പ്രാദേശിക കന്നുകാലി കർഷകരെയും ഇറച്ചി വ്യാപാരികളെയും ഗുരുതര പ്രതിസന്ധിയിലാക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ കന്നുകാലികളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് ഇറച്ചി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലായി. വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാവുകയും ആവശ്യത്തിന് കന്നുകാലികൾ ലഭിക്കാത്തതിനാൽ പല കടകളും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിക്കേണ്ട സാഹചര്യമുണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യം മുതലെടുത്ത് പൊതുജനങ്ങൾ സുനാമി ഇറച്ചി എന്ന പേരിൽ വിശേഷിപ്പിക്കുന്ന വിവിധ രോഗങ്ങളാൽ ചത്തുവീണ കന്നുകാലികളുടെ ഇറച്ചി ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും വളരെ കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുന്നതായി അറിഞ്ഞു. വ്യാപകമായ പരാതികൾ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇത്തരം അനധികൃത ഇറച്ചി വ്യാപാരം സംബന്ധിച്ച് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് നിരവധി പരാതികൾ നൽകിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പഞ്ചായത്തുകൾ ഒരു നടപടിയും എടുത്തില്ലെന്ന് അസോസിയേഷൻ ആരോപിച്ചു. ഞങ്ങൾ അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കൊടുത്ത കത്തായത് 2022 ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ 50 രൂപ 1 കിലോ ബീഫിൽ വില കുറച്ച് വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഞങ്ങൾ കത്ത് കൊടുത്തു. ഇത് കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സ്ഥിതി. നമ്മുടെ കേരളത്തിൽ കന്നാലി വളർത്തലില്ല. ഈ പറഞ്ഞ പഞ്ചായത്തുകൾ, ഇവിടെ 3 പഞ്ചായത്തുകളാണ് പ്രത്യേകിച്ച് വന്നായിട്ട് ഞങ്ങൾ അറിയുന്നത്. വാത്തുക്കുടി, ഇരട്ടയാറ്, കാമാക്ഷി പഞ്ചായത്ത്. ഈ നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഇറച്ചിക്കടയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തുകൾക്ക്. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ഇറച്ചിക്കടകളിൽ സ്റ്റാളുകളിൽ ലേലം ചെയ്ത് കൊടുക്കുന്ന ഈ പഞ്ചായത്തുകൾ ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കട അടച്ചിട്ടപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അന്യ സംസ്ഥാനങ്ങളിൽ ചത്തുവരുന്ന കന്നാലികളുടെ ഇറച്ചി 350 രൂപയ്ക്കും 300 രൂപയ്ക്കും ഇവിടുത്തെ വിപണി മൊത്തം കൈയടക്കി. ഞങ്ങളിപ്പോൾ ഒരെണ്ണം നടത്താൻ പോലും തീരുകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. വളരെ മോശം. അതിനെതിരെ സർക്കാരുകൾ ഒന്നും മിണ്ടുന്നില്ല. അവർ സർക്കാരാണ് അതിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ കൃത്രിമ വില കൂട്ടും ചെയ്യുന്നതല്ല. കേരളത്തിൽ, മധ്യ കേരളത്തിൽ 550 രൂപ വരെയാണ് ബീഫിൻ്റെ വില. ലുലുമാളിലെ പ്രൈസ് ലിസ്റ്റാണിത്. ഇതിൻ്റെ വില എത്രയാണ്? 695 രൂപ, 700 രൂപ 1 കിലോ ബീഫിൻ്റെ വില. അവർ തന്നെ വേറെ സാധനം വിൽക്കുന്നത് 560 രൂപ. പല റേഞ്ചിലാണ് അവർ വിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ എന്താ വിൽക്കണ്ടേ? ഞങ്ങൾ ഇന്നും ഇടുക്കിയിൽ ഇപ്പോഴും ഇത്രയും വില കൂട്ടിയിട്ട് 480 രൂപയെ വന്നുള്ളൂ. ഇതെല്ലാം കേരളത്തിലേക്ക് കന്നാലികളെല്ലാം മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നതാണ്. ഈ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തുന്ന കന്നാലികൾ ഞങ്ങൾക്ക് മാത്രം ഒരു വിലയ്ക്ക് വിൽക്കാൻ പറ്റുമോ? ഇടുക്കിയിലല്ല, തമിഴ്നാട്ടിലില്ല, മറ്റ് വിദൂര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ വില നിശ്ചയിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അധികാരത്തിന് വേണ്ടി നോക്കുമ്പോൾ അത് വളരെ ശല്യമായിട്ട് സ്ഥിരം ഈ 3 പഞ്ചായത്തുകളിൽ നിന്ന് വിമർശനം ഉണ്ടായപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള സർക്കാർ പറഞ്ഞ ഉത്തരവാണ് ബീഫിൻ്റെ വില നിശ്ചയിക്കാൻ ഒരു കാരണവശാലും ഒരു സർക്കാർ വിഭാഗങ്ങൾക്കും അധികാരമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്തായത്, ഉത്തരവായത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ വെച്ച് ചൂഷണം ചെയ്യുകയല്ല. നിലനിൽപ്പിന് വേണ്ടി വയ്ക്കുമ്പോൾ ഇന്നും മധ്യ കേരളത്തിൽ ഏറ്റവും വിലക്കുറവുള്ള ഒരു ജില്ല ഇടുക്കിയാണ്. നിയമാനുസൃത വ്യാപാരികളെ സംരക്ഷിക്കുന്നതിനും അനധികൃത ഇറച്ചി വ്യാപാരം അവസാനിപ്പിക്കുന്നതിനും പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനുമായി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരവും നിഷ്പക്ഷവുമായി അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്തുകൾ കാലികളെ ലഭ്യമാക്കുകയാണെങ്കിൽ അവർ പറയുന്ന വിലയ്ക്ക് വിൽക്കാൻ തയ്യാറാണ് എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് ബാക്ക് ടു സ്കൂൾ ഓഫർ. സ്കൂൾ ബാഗ്സ്, ഷൂസ്, അംബ്രല്ല തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടതെല്ലാം 5 to 70% ഓഫിൽ. പുതിയ ട്രെൻഡിലുള്ള സ്കൂൾ ബാഗുകൾ, ഫേമസ് ബ്രാൻഡുകളുടെ അംബ്രല്ലാസ്, യൂണിഫോം ഷൂസ്, ലഞ്ച് ബോക്സ് ആൻഡ് ബാഗ്സ്, വാട്ടർ ബോട്ടിൽസ്, ഫുട്വെയർ ആൻഡ് ബാഗ്സിന്റെ ഏറ്റവും വലിയ AC ഷോറൂം ബൂട്ട്സ് ആൻഡ് ബക്കിൾസ് സന്ദർശിക്കൂ. ഏറ്റവും മികച്ച ഓഫറിൽ സ്കൂൾ ബാഗുകൾ, കുടകൾ, യൂണിഫോംസ് എന്നിവ സ്വന്തമാക്കൂ. ആംപിൾ കാർ പാർക്കിംഗ് സൗകര്യം. ബൂട്ട്സ് ആൻഡ് ബക്കിൾസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.